അങ്ങനെ മമ്മൂക്കയുടെ ഏറ്റവും ആകാംക്ഷയായിട്ടുള്ള അടുത്ത പടമായിട്ടുള്ള ടെർബോ കണ്ടു. സോ ടെർബോ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ എല്ലാവരും പ്രതീക്ഷ കാര്യം പക്ക ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല എൻ്റർടൈനർ തന്നെയാണ്. സോ തന്നെയാണ് ഈ പടം ഫുള്ളും അങ്ങനെ തന്നെയാണ്. ബട്ട് എന്നെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ചെയ്തോ ഈ പടം ചോദിച്ചാൽ ഒരിക്കലും ഇല്ലയെന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ മൊത്തം ആ സിനിമ വന്നോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല തന്നെ പറയേണ്ടി വരും. സോ മാസ് മസാല കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് തന്നെയാണ് ഈ പടത്തിലുള്ളത് തന്നെ ആദ്യമേ പറയാം. കാരണം കഥയോ കാര്യങ്ങളോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പണ്ടേ നമ്മൾ കണ്ടു കേട്ടിയ കഥയെ ക്ലീശ കഥ തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല. സോ കഥയിലൊന്നും കാര്യമില്ല, മാസ് മസാല എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. സോ മമ്മൂട്ടീൻ്റെ ഒരു ആക്ഷൻസും സീക്വൻസും എല്ലാം ഗംഭീരം തന്നെയാണ് ഈ പടത്തിനെ പറ്റി ആദ്യം പറയേണ്ടി വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയെ പറ്റി പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫുള്ളി എനിക്കൊരു ബോറടി തന്നെയായിരുന്നു ആദ്യം പറയാനുള്ളത്. ഫുള്ളി ബോറടി തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് അങ്ങോട്ടേക്ക് ആയപ്പോൾ തന്നെ എനിക്ക് പടത്തിൻ്റെ മോഡ് മനസ്സിലായി. അപ്പോഴത്തേക്കിനെ പടത്തിനെ പറ്റിയുള്ള എല്ലാ എക്സ്പെക്ടേഷൻസും എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പടത്തിൻ്റെ മോഡ് കണ്ടപ്പോൾ. സോ തുടക്കമൊക്കെ ഗംഭീരായിരുന്നു. മമ്മൂട്ടീൻ്റെ ഒരു എൻട്രി ഒക്കെ ഒരു പക്ക സിമ്പിൾ എൻട്രി ആയിരുന്നു ഫസ്റ്റ് എൻട്രി. ഒരു സെക്കൻഡ് ഇൻട്രോയും കൂടി മൂപ്പര് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗംഭീര ഇൻട്രോ ആയിരുന്നു സെക്കൻഡ് ഇൻട്രോ. തിയേറ്ററിൽ ആഘോഷിക്കപ്പെടേണ്ട എൻട്രി അല്ലായിരുന്നു. സോ ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെയുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റബിൾ തന്നെയാണ് സിനിമ മൊത്തം കഥയും കാര്യങ്ങളെല്ലാം. സോ അവിടെ നിന്നെല്ലാം തുടങ്ങി പിന്നെ അങ്ങോട്ട് ഫുള്ളി ഒരു ഫ്ലാറ്റാണ് ഈ പടം പോകുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഫുൾ ഫ്ലാറ്റാണ്. അതായത് ആക്ഷൻ കോമഡി ആണല്ലോ ഇതിൻ്റെ ജോണർ. അപ്പോൾ ഫുള്ളി ഫസ്റ്റ് ഹാഫ് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കോമഡിയും കാര്യങ്ങൾ തന്നെയാണ്. ഫുള്ളി ഒരു ഡ്രാമ ബേസിലാണ് പോകുന്നത്. ബട്ട് ഈ കോമഡി തന്നെ ഫുള്ളി ഒരു ക്രിഞ്ചൊന്നല്ല, ബട്ട് എന്നാലും അധികം വർക്കൗട്ട് ആവാത്ത കോമഡിയും കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. മമ്മൂട്ടി കാണാൻ ശ്രമിക്കുന്നുണ്ട്. മമ്മൂട്ടിൻ്റെ മാക്സിമം അതിൻ്റെ അകത്ത് വലിച്ചിട്ടുണ്ട്. ബട്ട് സ്ക്രിപ്റ്റ് വൈസ് ഇങ്ങനെ അതിനെ കൊണ്ട് തന്നെ കോമഡിയും കാര്യങ്ങളും നമുക്ക് അധികം ഏഷ്യനില്ല. ഇപ്പോൾ മമ്മൂട്ടിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ബിന്ദു പണിക്കറാണ്. സോ അവർ തമ്മിലുള്ള ഇമോഷണൽ സീക്വൻസും അവർ തമ്മിലുള്ള കോമ്പിനേഷൻസും കെമിസ്ട്രി ഒക്കെ നല്ല ഇങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് അതേ പറയും. സോ അവരൊരു കോമഡി സീൻസും കാര്യങ്ങളുണ്ട്. ജെറീൻ്റെ ഒരു പറയുന്ന ഡയലോഗ് പറയുന്ന സാധനമുണ്ട്. എല്ലാം ഭയങ്കര പൊട്ടിച്ചിരിയും തിയേറ്ററിലോ. സോ അത് അൺപ്രഡിക്റ്റബിൾ ആയി ആ സാധനം കിടുവാക്കിയിന്. സോ അങ്ങനത്തെ കുറച്ചായിട്ടുള്ള അവിടെ ഇവിടെ ആയിട്ടുള്ള കോമഡികളൊക്കെ നല്ല ആണെങ്കിലും കൂടുതലും വർക്കൗട്ട് ആവട്ടെ, അതായത് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കോമഡീസും കാര്യങ്ങളോ ക്രിഞ്ചൊന്നല്ല. സോ ഒരു ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. എനിക്ക് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ബോറടിച്ചിരുന്നു. ബട്ട് ആ കഥേൻ്റെ ഒരു നീക്കത്തിൽ ഞാൻ അങ്ങനെ എന്തോ ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ പോയി. പക്ഷേ എനിക്ക് കൂടുതൽ ഫസ്റ്റ് ഹാഫ് ഇഷ്ടമായത് ഇതിൻ്റെ ഒരു തുടക്കവും പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ പഞ്ചുമാണ്. ഇൻ്റർവൽ പഞ്ചിന് അത്യാവശ്യം നൈസായിട്ടും തോന്നി. അത് അധികം ഇമോഷണൽ ടച്ച് ആക്കിയില്ലെങ്കിൽ നല്ലൊരു ഇൻ്റർവൽ പഞ്ചായിട്ട് എനിക്ക് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങിയപ്പോഴാണ് ഇവർ ഗിയർ ഷിഫ്റ്റ് ആയത്. ആ ഒരു ടെർബോ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു പവർ സെക്കൻഡ് ഹാഫിലേക്കാണ് വരുന്നത്. ആ ഒരു ഗിയർ അങ്ങ് ഷിഫ്റ്റ് ആയിട്ടും ഈ ശബ്ദം മമ്മൂക്കേൻ്റെ ഒരു ആറാട്ട് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അതായത് ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളിലുണ്ട്. ഒരു ബസ്സിൻ്റെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളിലും ഉണ്ട്. ബട്ട് അതൊന്നും നമുക്കങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്. അതൊന്നും എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന പോലെയൊന്നുമില്ല. വേഗം തന്നെ തീർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പള്ളിപ്പെരുന്നാളിൻ്റെ ഫസ്റ്റത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ തുടങ്ങുമ്പോഴൊരു രസമേ ഉള്ളൂ. ബട്ട് പിന്നെ അങ്ങ് ഫ്ലാറ്റ് ആയിട്ട് തന്നെ അവസാനിക്കുന്നുണ്ട്. അതായത് ഈ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളി മാറി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പിന്നെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ആണ്. ഫൈറ്റ് സീക്വൻസും ചേസീനും എല്ലാം ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റോ എക്സേവിയറിൻ്റെ BGM പറഞ്ഞേ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ BGM കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലും BGM വേറെ സൈഡ് പോകുന്നു, ഇതിൻ്റെ സിനിമ വേറെ സൈഡ് പോകുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ രാജ്വി ഷെട്ടീൻ്റെ എൻട്രി എല്ലാം ഉണ്ടായിരുന്നു. രാജ്വി ഷെട്ടി ഗംഭീരമാണ്. മൂപ്പര എൻട്രൊക്കെ കിടിലായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ മൂപ്പര ഒരു ഹൈ മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് ഫസ്റ്റ് ഹാഫിലെല്ലാം കുറച്ചല്ല എനിക്ക് തോന്നിയത്. ഇപ്പോൾ മമ്മൂട്ടി വരുന്നതെല്ലാം മമ്മൂട്ടിൻ്റെ പെർഫോമൻസ് വൈസ് കണ്ടിരിക്കാന്നല്ലാണ്ട് ബാക്കിയെല്ലാം വരുന്ന കാര്യങ്ങളെല്ലാം ക്ലീഷ് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് ഹൈ മൂവ്മെൻറ്റ്സേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ. ബട്ട് ഇത് സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ കഥ ബിൽഡ് ചെയ്ത് സെക്കൻഡ് ഹാഫ് ബിൽഡ് ചെയ്ത് ഒരു പീക്കിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ അവസാനിപ്പിക്കുന്നത്. പറഞ്ഞേ പറ്റും. കിടിലം സെക്കൻഡ് ഹാഫ് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ അകത്തൊരു ചേസ് സീക്വൻസ് എൻ്റെ അമ്മ, അതായത് ക്രിസ്റ്റോ എക്സേവിയറിൻ്റെ BGMൽ ഒരു ചേസ് സീക്വൻസ് ഇവർ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രെയിലർ കട്ട് ചെയ്ത് വെച്ച പോലെയാണ് ആ സാധനം സീക്വൻസ് കട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് മമ്മൂട്ടിൻ്റെ എനർജിയും പിന്നെ ആ BGM എന്നിട്ട് ഇംഗ്ലീഷ് ട്രാക്സ് എല്ലാം പറയുന്ന പോലെ ഇംഗ്ലീഷ് ട്രാക്സ് പോലത്തെ സാധനം. സോ കിട്ടുന്ന സാധനം അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. മീൻസ് അതൊക്കെ തിയേറ്റർ പൂരപ്പാറമ്പാക്കിയ സീൻസൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളിൽ എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ പൈസ വസൂലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭയങ്കര ബെറ്റർ തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫ്. സോ സെക്കൻഡ് ഹാഫ് അങ്ങനെ ചേസ് സീക്വൻസ് മൊത്തം ക്ലൈമാക്സ് ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുണ്ട്. മമ്മൂട്ടിൻ്റെ എനർജി, മമ്മൂക്കേനെ പറ്റി ഇപ്പോൾ 72-73 അത്രയല്ലേ വയസ്സ്. ഈ ഒരു വയസ്സിൽ മൂപ്പര് ആ ഒരു എനർജറ്റിക്കലി ആ ഒരു ചാടി അടിക്കുന്ന സാധനങ്ങളൊന്നും ചെയ്യുന്ന കാണണം. സത്യം പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് ആ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ. അത് ഗംഭീരമാണ്. സോ അങ്ങനെ കുറേ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫിലത്തെ ഒരു ഏഷ്യനില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ശരിക്കും എക്സൈറ്റ്മെൻറ്റ് ആക്കുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. സെക്കൻഡ് ഹാഫ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല എൻജോയ് ചെയ്തു സെക്കൻഡ് ഹാഫ്. സോ അതാണ് പറഞ്ഞത് മൊത്തം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ പടം. അതായത് ഫസ്റ്റ് ആഴ്ച കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. സോ അതായത് ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് അതിൻ്റെ പോക്കെല്ലാം നമുക്ക് പ്രഡിക്റ്റബിൾ തന്നെയാണ്. ഇത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിൻ്റെ കഥ എങ്ങോട്ട് അവസാനിക്കുകയാണ്. സോ മൊത്തം പ്രഡിക്റ്റബിൾ തന്നെയാണ് ഈ കഥ.
ബട്ട് നമ്മൾ കാണാൻ വന്നത് മമ്മൂക്കേൻ്റെ മാസ് മസാല ഇടിയും വഞ്ചും കാര്യങ്ങൾ തന്നെയാണ്. അത് സെക്കൻഡ് ഹാഫിൽ കറക്റ്റ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിൻ്റെ എനർജിയും കാര്യങ്ങളും ഗംഭീരമാണ്. ഇത്രയും വയസ്സിൽ മൂപ്പ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അത് എടുത്ത് പറഞ്ഞേ പറ്റും. അത് എല്ലാ സിനിമയിലും ഇപ്പോൾ മമ്മൂട്ടി ബിൽഡ് ചെയ്ത് വരുന്ന സാധനമാണ്. അത് ഇപ്പോൾ ടെർബോയിൽ വന്നതാണെങ്കിൽ ഈ പടം ഈ ബാക്കിയെല്ലാം ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ സിനിമ വെച്ച് കുറച്ച് ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂക്ക എപ്പോഴും മമ്മൂക്കിൻ്റെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ മൂപ്പരെ ആ ഒരു എനർജിയും കാര്യങ്ങളും ഗംഭീരമാണ് ഈ ഒരു വയസ്സിൽ. അത് ശരിക്കും കണ്ടന്റ് മനസ്സിലാക്കണം. പിന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ നല്ല പീക്ക് കൊണ്ടായിട്ടാണ് അവസാനിപ്പിച്ചത്. ഈ മേ ബി രണ്ടാം ഭാഗം കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പോയിലറാക്കുന്നില്ല. ഒരു റോളക്സ് മൂഡിലാണ് ഇതിൻ്റെ സാധനം അവസാനിപ്പിച്ചിട്ടുള്ളത്. സോ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വോയിസ് വെച്ചിട്ട് സാധനങ്ങൾ ഗംഭീരാക്കിയിട്ടുണ്ട്. അതൊന്നും സ്പോയിലറാക്കുന്നില്ല. അതെല്ലാം ആ രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു സാധനം നല്ല ഈ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെയാണ് ഈ പടം എനിക്ക് മൊത്തമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ലാഗ് അടിപ്പിക്കുന്ന ഭയങ്കര ഡ്രാഗ് അടിപ്പിക്കുന്ന ഫസ്റ്റ് ഹാഫും പിന്നെ ഗംഭീര സെക്കൻഡ് ഹാഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു എബോ ആവറേജ്, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു വട്ടം കാണാനുള്ള നല്ലൊരു പടമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു ടെർബോ എന്ന് പറഞ്ഞ സിനിമ. മൊത്തത്തിൽ നോക്കാൻ നല്ലൊരു എബോ ആവറേജ് ഫീൽ തന്നെയാണ് എനിക്ക് സിനിമ സംബന്ധിച്ചിട്ടുള്ളത്. സോ ഫാമിലിയൊക്കെ ഈഗായിട്ട് നീട്ടി സ്വീകരിക്കുന്നത് എനിക്ക് പറയാം. പിന്നെ രാജ്ബി ഷെട്ടി പടത്തിൽ പൊളിച്ചു കേട്ടോ, അത് ആദ്യം പറയാം. രാജ്ബി ഷെട്ടിയുടെ വില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൂപ്പര് വരുമ്പോൾ ഒരു സ്വാഗും കാര്യങ്ങളും ശരിക്കും പിടിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. ഗംഭീരമാണ് മൂപ്പര് വില്ലേഴ്സും കാര്യങ്ങളും. സോ മമ്മൂട്ടിൻ്റെ പേരെ പിടിച്ചിരിക്കുന്നുണ്ട്. മമ്മൂട്ടി ഇവരും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഗംഭീരമാണ്, ഇത് പറഞ്ഞേ പറ്റൂ. പിന്നെ ബിന്ദു പണിക്കറിൻ്റെ അമ്മയായിട്ട് വരുന്ന നൈസായിട്ട് തന്നെ ഉണ്ട്. സോ ടർബോ ജോസ് ഒരു 80% കലക്കിനാണെങ്കിൽ പറയാം സെക്കൻഡ് ഹാഫിലൊക്കെ. സോ പടമൊക്കെ മോശമില്ല, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ കണ്ടിട്ട് എന്തായാലും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. തിയേറ്റർ ഗംഭീര എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ സ്റ്റഫെല്ലാം ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. സോ കുറേ ആൾക്കാരെ പേരെ ഓളായിട്ട് ഇരിക്കുന്ന കാണുന്ന സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ കണ്ടിട്ട് എന്തായാലും തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യാമെന്ന് പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.